ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തില്ല, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. എന്തില്ല, കുറേ ആയില്ല നമ്മൾ കണ്ടിട്ട്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനേക്കാളൊക്കെ കൂടുതൽ മടിയായതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇത്രയും ഡിലേ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇതിൽ പറയാനുണ്ട്. അതേപോലെ തന്നെ സിമ്പിൾ റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ചെറിയൊരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ കുറേ ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഫോണിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, എന്നാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മടി എന്നെ ഇങ്ങനെ വരിഞ്ഞ് മുറുകിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും എൻ്റെ വിശേഷങ്ങൾ നിങ്ങളോട് പറയുകയും ചെയ്യുക, ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ നമ്മൾ വീട്ടിലില്ല, വലിയൊരു യാത്രൻ്റെ ഭാഗമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്. അത് എവിടെയൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം. അതിന് മുന്നായിട്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ദാ അന്നത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇഡ്ഡലിയും സാമ്പാറും അതേപോലെ തന്നെ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ അന്നത്തെ ദിവസം ഉണ്ടാക്കിയതില്ല, തലേന്ന് ബാക്കി വന്നിട്ടുള്ള സാമ്പാറുണ്ടായിരുന്നു. അപ്പോൾ ദാ അതൊക്കെ കഴിച്ചിട്ട് കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചിട്ടുണ്ട്. പിന്നെ അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അതൊന്നും ഞാൻ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തലേന്നത്തെ സാമ്പാർ ഉള്ളതുകൊണ്ടും അതേപോലെ തന്നെ ഇഡ്ഡലിൻ്റെ മാവൊക്കെ ഉള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീടടിക്കലും തുടക്കലും ക്ലീനിങ് പരിപാടിയൊക്കെ രാവിലെ തന്നെ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോ എപ്പോഴും കാണുന്നവർക്കറിയാം, ഞാൻ എല്ലാ ദിവസവും അങ്ങനെ ചോറും കറികളൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. പക്ഷേങ്കിൽ ഇന്ന് നല്ല അടിപൊളി ചോറും കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഞാൻ ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു മോര് കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോര് കറി. അപ്പോൾ ദാ മോര് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ മുളകിട്ട കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അയില മീനില്ലേ, അത് മുളകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് വറുത്തിട്ടുള്ളത് ബീൻസും ബീട്രൂട്ടും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല രസമല്ലേ ഈ ഒരു കളറ് കാണാൻ വേണ്ടിയിട്ട്. സാധാരണ ക്യാരറ്റും ബീൻസും കൂടെ വറുത്തെടുക്കലുണ്ട്. അതേപോലെ തന്നെ ഇന്ന് ബീട്രൂട്ടും ബീൻസും കൂടിയിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ നല്ലൊരു മീൻ പൊരിച്ചയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആവോലി മീനില്ലേ, അതാണ് കേട്ടോ ഇന്ന് പൊരിച്ചിട്ടുള്ളത്. അപ്പോൾ ദാ അങ്ങനെ ചോറും കറികളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ളുഹർ നിസ്കാരവും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വേഗം തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമുക്കിന്നൊന്ന് ഔട്ടിങ്ങിന് പോകണമെന്നുള്ളത്. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് കസിൻസിൻ്റെ മക്കളും ഒക്കെ കൂടിയിട്ട് ഒന്ന് പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വേഗം തന്നെ ചോറ് കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളിതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ന് കാറോ വണ്ടിയോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. തലശ്ശേരിയിലൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബസ് കയറിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും പോകുന്നതിൽ നിന്നും ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബസ്സിൽ പോകുന്നത് കേട്ടോ. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ബസ്സിൽ പോകാമെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ തലശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കടൽപ്പാലമില്ലേ, തലശ്ശേരി കടൽപ്പാലം പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് കടൽപ്പാലം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ തലശ്ശേരിയും നമ്മുടെ നാടും എല്ലാം അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും. അവിടെ ഒരു മാമുക്കാൻ്റെ കല്ലുമുക്കായി കട ഉണ്ട്. അപ്പോൾ അവിടുന്ന് കല്ലുമുക്കായും ചായയും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നേരെ കടൽപ്പാലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഒരു 3 മണിയാകുമ്പോഴേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നേരെ വിടാന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേങ്കിലില്ലേ, ഇന്ന് നമ്മൾ പോയ ദിവസം ഉണ്ടല്ലോ, കല്ലുംകായ് കട, മാമുക്കാൻ്റെ കല്ലുംകായ് കട തുറന്നിട്ടുണ്ടായിരുന്നില്ല, അത് അടിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതാ കുറച്ച് സമയം അങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ വേഗം തന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നല്ല വെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അധിക സമയം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ തലശ്ശേരി കടൽപ്പാലം.
ചില സിനിമകളിലല്ലോ ഈ ഒരു കടൽപ്പാലം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ തലശ്ശേരി കടൽപ്പാലം കണ്ടവരും സിനിമയിൽ കണ്ടവരും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബിലോട്ടാ, ആരൊക്കെ അറിയുന്നവരുണ്ടെന്ന് ഒന്ന് അറിയാലോ. അങ്ങനത്തെ നമ്മളവിടെ കുറച്ച് സമയം തിരകളൊക്കെ എണ്ണിയിരുന്ന് പിന്നെ വേഗം തന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ നോക്ക്, നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ചെടിയിൽ നിറയെ പൂക്കളും പൂമ്പാറ്റകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നടന്നിട്ടാണ് കേട്ടോ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇനി കുറച്ച് നടക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. കസിൻസൊക്കെ പഠിച്ച സ്കൂളിൻ്റെ ആ ഒരു വഴിയിലേക്കൂടെ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കലാണ് കേട്ടോ. അപ്പോൾ പഴയ ആ ഒരു ഓർമ്മകളും കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കലാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് തലശ്ശേരിയിലെ ഡൗൺ ടൗൺ മാളിലെ, തലശ്ശേരിയിൽ ആകെ ഒരു മാളാണ് കേട്ടോ ഉള്ളത്, ഡൗൺ ടൗൺ മാൾ. അങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ നല്ല തട്ടുകടയിലെ ചായയും കല്ലും കൈയും ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിന്. പക്ഷേങ്കിൽ ഇന്ന് എന്താ ചെയ്യുക, ആ ഒരു ഷോപ്പ് ലീവായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരെ ഡൗൺ ടൗൺ മാളിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ആകുമ്പോൾ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറി മേലോട്ടേക്ക് പോകാൻ കേട്ടോ ഫുഡ് കോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. അവിടുന്ന് നോക്കുന്ന സമയത്ത് നല്ലൊരു വ്യൂ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിനെ. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഡൗൺ ടൗൺ മാളിലുള്ള ലിഫ്റ്റിൽ നിന്ന് എടുത്ത് തന്നിട്ട് ആ ഒരു വീഡിയോ. അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഇഷ്ടംപോലെ ഫുഡ് ചോയ്സസ് ഉണ്ടല്ലോ. ഇഷ്ടമുള്ളത് എന്താണോ ഓരോരുത്തർക്കും വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ വാങ്ങി കഴിക്കാന്നിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ തലശ്ശേരിയിലുള്ള ഡൗൺ ടൗൺ മാള്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഫുഡ് കോർട്ട് മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇഷ്ടംപോലെ ഉപ്പിലിട്ടതും മാങ്ങ, നെല്ലിക്ക, ക്യാരറ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഉപ്പിലിട്ടതും പിന്നെ ഈ ഒരു പൊട്ടറ്റോ റോളില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക്. അങ്ങനെ അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ആര്യ ഫലൂദയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിന്. അങ്ങനെ അവിടെയുള്ള മെനുവിൽ മൊത്തത്തിലൊന്ന് വീക്ഷണത്തിനൊടുവിൽ നമ്മൾ അവരുടെ സിഗ്നേച്ചറായിട്ടുള്ള, അതായത് ആര്യ ഫലൂദയുടെ സിഗ്നേച്ചറായിട്ടുള്ള ക്ലബ് സാൻഡ്വിച്ചും പിന്നെ ഒരു റോയൽ ഫലൂദയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് കഴിക്കലാന്ന് കേട്ടോ. നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചൊക്കെ അങ്ങനെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകല. അപ്പോൾ അതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ വലിയൊരു യാത്രയുടെ ഭാഗമായിട്ട് വേറൊരു സ്ഥലത്താണ് ഉള്ളതെന്ന്. അപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ഞാൻ പറയാം. ഞാനിപ്പോൾ ഉള്ളത് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വോയിസ് കൊടുക്കുന്നത് ഖത്തറിലിരുന്നിട്ടാണ് കേട്ടോ. ഖത്തറിൽ എത്തിയിട്ടുണ്ട് അൽഹംദുലില്ലാ. പക്ഷേങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കുട്ടികളെ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മിന്നു +1 ആയതുകൊണ്ട് തന്നെ ലീവ് ചോദിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരാളെ കൂട്ടി ഒരാളെ കൂട്ടാതെ അങ്ങനെ വരണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ടാളെയും നാട്ടിൽ ഉമ്മാൻ്റെ കൂടെ ആക്കാന്നിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സങ്കടം ഭയങ്കരമായിട്ടുണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞില്ലേ വലിയൊരു യാത്രയുടെ ഭാഗമായിട്ടാണ്. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഇസ്ലാമിൽ മുസ്ലിമായിട്ട് ജനിച്ച ഏതൊരു മനുഷ്യനും ഉള്ളതുപോലെ തന്നെ എൻ്റെയും വലിയൊരു ആഗ്രഹമാണ് ആ ഒരു യാത്ര. അത് ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലായിട്ട് പറയാം. അതിന് മുന്നായിട്ട് തന്നെ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലായിട്ടുള്ളവർ ഗസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കട്ടെ. നമുക്ക് നോക്കാമല്ലോ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയല്ലേ കേട്ടോ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് അമർത്തുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.